എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് യൂറോപ്പിൽ ഒരു ജോലി കിട്ടാം. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് യൂറോപ്പിൽ എങ്ങനെയാണ് ഒരു പണി കിട്ടുക, ചേട്ടാ നിങ്ങളൊരു പണിയുണ്ടോ, തരുമോ? ഇപ്പോൾ നിലവിൽ ആർക്കും പണി കൊടുക്കുന്നില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എങ്ങനെയാണ് ചേട്ടാ യൂറോപ്പിലെത്തുക. ക്വസ്റ്റ്യൻ നമ്പർ 1. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചേട്ടാ എത്ര ഉണ്ട് നിങ്ങൾക്ക് സാലറി? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാൽ വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതും കൂടി ഇതിൽ കണക്ട് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ നമ്പർ 1, എങ്ങനെ നമ്മൾ യൂറോപ്പിലെത്തും? അപ്പോൾ ഞാൻ വന്ന കടമ്പ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഞാൻ എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റത്തത്, നമ്മൾ യൂറോപ്പിൽ വരണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മളൊരു ഏജൻസി ത്രൂ വരണം. പക്ഷേ ഏജൻസി ത്രൂ വരണമെങ്കിൽ നമ്മളെ വീട്ടിൽ പൈസ ഉണ്ടാവണം. പൈസ ഇല്ലെങ്കിൽ ഈ പരിപാടിക്ക് ഇറങ്ങാൻ പറ്റില്ല. പൈസ ഇറക്കിയാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ്, നമ്മൾ ഈ പൈസ കൊടുത്തിട്ട് വരികയാണെങ്കിൽ ഏജൻസിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പല ഏജൻസിക്കാർ പൈസ വാങ്ങിയിട്ട് കുറേ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ കേസ് കെട്ടുകൾ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ഇപ്പം മാൾട്ടൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3.5 അല്ലെങ്കിൽ ഒരു 4 ലക്ഷം മുതൽ ഒരു 8 ലക്ഷം വരെ ഏജൻസിക്കാർ പൈസ വാങ്ങിയിട്ടാണ് മാൾട്ടയിലേക്ക് ആൾക്കാർ വരുന്നത്. അതിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, ഇല്ലാതെ ഉണ്ട്, ഏജൻസി ഫീ മാത്രമായിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ ലാത്വിയ, ലിത്വേനിയ, റൊമേനിയ, അങ്ങനെ യൂറോപ്പിലുള്ളതും യൂറോപ്പ് എന്ന് പറഞ്ഞിട്ട് എല്ലാ കൺട്രീസും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ക്രൊയേഷ്യ ഉണ്ട്, സ്ലോവാക്യ ഉണ്ട്, സ്ലൊവേനിയ ഉണ്ട്, ചെക്ക് റിപ്പബ്ലിക് ഉണ്ട്. അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ എത്തിപ്പെടുന്നത്. അപ്പോൾ ഈ എമൗണ്ട് എന്ന് പറയുന്നതും അങ്ങനെയുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്തിരിക്കും. അപ്പം ഇങ്ങനെ കൊടുത്ത് വന്ന് കഴിഞ്ഞാൽ ഇവിടെ മെച്ചമുണ്ടോ? രണ്ടാമത്തെ ക്വസ്റ്റ്യനാണത്. മെച്ചമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ 2.5 വർഷമായിട്ട് യൂറോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്യത്ത് വലിയ കുഴപ്പമില്ല. നമുക്ക് എപ്പോഴും വേറൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ പോകും, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും നല്ല ബെറ്ററാണ്. ഈ യൂറോപ്പിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരോടൊക്കെ എനിക്കൊന്നും പറയാനുള്ളൂ. ഇപ്പോൾ നാട്ടിൽ കുഴപ്പമില്ലാത്തൊരു സാലറി കിട്ടുന്ന ഒരാളാണെങ്കിൽ ചാടി പിടിച്ച് യൂറോപ്പ് വരേണ്ട ഒരു കാര്യമില്ല, നാട്ടിൽ തന്നെ വന്നാൽ മതി. കാരണം ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് 1 ലക്ഷം, ഫോർ എക്സാമ്പിൾ എടുക്കുകയാണ്, ഒരാൾക്ക് 1 ലക്ഷം രൂപ സാലറി ഉണ്ടെന്ന് പറയുകയാണെങ്കിലും അതിൽ പല ചിലവുകളുണ്ട്. അത് നാട്ടുകാർക്ക് അറിയില്ല, അല്ലെങ്കിൽ വീട്ടുകാർക്ക് മാത്രമേ അറിയുള്ളൂ. ഓരോ ആൾക്കാർ ചോദിക്കും എത്ര ഉണ്ട് സാലറി, 1 ലക്ഷം ഉണ്ടല്ലോ, 1.5 ലക്ഷം ഉണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ ആ 1.5 ലക്ഷത്തിൽ റൂമിന് എത്ര പോകുന്നു, റെൻറ്റിന് എത്ര പോകുന്നു, റൂമിൻ്റെ റെൻറ്റിന് എത്ര പോകുന്നു, അല്ലെങ്കിൽ ഫുഡിന് എത്ര പോകുന്നു, അങ്ങനെ പല ഇത് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഗൾഫിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഗൾഫിലൊരു കുഴപ്പമില്ലാത്ത സാലറി കിട്ടുന്ന ആളാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. പൈസൻ്റെ കേസിലാണ് പറയുന്നത്. നേരെ വെച്ച് ലൈഫൊക്കെ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ട്രിപ്പിൻ്റെ മൂളാണ് അങ്ങനത്തെ സ്കീമാണെങ്കിൽ, അല്ലെങ്കിൽ യൂറോപ്പ് മൊത്തം കറങ്ങാനാണ്, ഷെങ്കൻ സോണൊക്കെ കറങ്ങിയെടുക്കാനുള്ളൊരു വൈബാണെങ്കിൽ വരാം. അല്ലാതെ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചിലവുമില്ല, റൂം ഫുഡും താമസവും എല്ലാം കമ്പനി വക ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഉണ്ട്, സാലറി ടാക്സ് ഉണ്ട്, അതേപോലെ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കണം, ഫുഡ് നോക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ സാലറി കിട്ടുകയാണെങ്കിൽ, 2 ലക്ഷം രൂപ സാലറി കിട്ടുകയാണെങ്കിലും അതിൽ എത്രത്തോളം ഒരു എമൗണ്ട് നമുക്ക് അത് പോയി കിട്ടുകയാണ്. അപ്പം ഗൾഫിൽ കുഴപ്പമില്ലാത്ത സാലറി കിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് ഗൾഫിൽ തന്നെ വർക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തീരുമാനിക്കുക എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ യൂറോപ്പിൽ ഏറ്റവും വരാൻ പറ്റിയ നല്ലൊരു രാജ്യം ഏതാണെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. യൂറോപ്പ് എന്ന് പറയുമ്പം യൂറോപ്യൻ യൂണിയനും ഉണ്ട്, യൂറോപ്യൻ യൂണിയനിൽ വരുന്ന രാജ്യങ്ങളും ഉണ്ട്, ഷെങ്കൻ സോണിൽ വരുന്ന രാജ്യങ്ങളും ഉണ്ട്. യൂറോപ്യൻ യൂണിയനിൽ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും ഉണ്ട്. ഷെങ്കനിൽ ആകെ 28 രാജ്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ചാണെങ്കിൽ റൊമേനിയയും ബൾഗേറിയയും കൂടെ 2025 ആകുമ്പോൾ ഷെങ്കനിൽ വരാൻ ചാൻസ് ഉണ്ടെന്നല്ല, 2025 മുതൽ ഷെങ്കനിലേക്ക് അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. 2025 മുതൽ ഷെങ്കൻ ID കാർഡ് വെച്ചിട്ട് ബൾഗേറിയയിലുള്ളവരും റൊമേനിയയിലുള്ളവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. യൂറോപ്പിൽ എത്തിപ്പെടാൻ പറ്റുന്ന കുറച്ച് ഈസിയുള്ള രാജ്യങ്ങളാണ് ഈ സ്ലോവാക്യ, സ്ലൊവേനിയ, ലാത്വിയ, ലിത്വേനിയ, അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക്, മാൾട്ട, അങ്ങനെയുള്ള രാജ്യങ്ങൾ. പിന്നെ കുറച്ചുകൂടി പാടുള്ള രാജ്യങ്ങൾ ഈ നെതർലാൻഡ്സ്, ഇറ്റലി, അല്ലെങ്കിൽ ജർമ്മനി, ഫിൻലാൻഡ്, അങ്ങനത്തെ രാജ്യങ്ങളിലാണ് കുറച്ചുകൂടെ പാട്.
പിന്നെ ഫാമിലി ആയിട്ട് യൂറോപ്പിൽ സെറ്റിൽമെൻറ്റ് ഓപ്ഷന് അത് തന്നെ ഓരോ കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ പെർമനൻറ്റ് റെസിഡൻസ് ഉള്ള രാജ്യമാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അല്ലാതെ നിൽക്കുമ്പോൾ അതിൽ ഗവൺമെൻറ് നമുക്ക് തരുന്ന എന്താ പറയുക ബെനിഫിറ്റുകളും മാറിക്കൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. ഒരു ഡിഗ്രി വരെ സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്. അതുപോലെ സ്റ്റുഡൻസിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സ്പെസിഫിക് എമൗണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഓരോ രാജ്യത്തും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, ഹെൽത്ത്, പിന്നെ യൂറോപ്പിൽ എല്ലാ രാജ്യത്തെക്കുറിച്ചും എനിക്കറിയില്ല. ഇപ്പം ഞാൻ നിലവിൽ നിൽക്കുന്ന മാൾട്ടയിലൊക്കെ ഫ്രീ ഹെൽത്ത് സിസ്റ്റമാണ്. നമുക്ക് ഒരു പൈസ ആവശ്യമില്ല, കാരണം നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആളാണ്. ജർമ്മനിയിൽ ഫ്രീ ആണ്. അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഹെൽത്ത് ഒക്കെ ഫ്രീ ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലും ഇതേപോലെ ഓരോ രാജ്യത്തിലും അതിൻ്റെ ഗവൺമെൻറ് പോളിസീസ് അനുസരിച്ച് നമ്മളെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആണോ ഫ്രീ അല്ലാതെ ഡിപ്പെൻഡ് ചെയ്യും. നേഴ്സിംഗ് പഠിച്ചാലും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചാലാണ് യൂറോപ്പിൽ പൊതുവേ ജോലി സാധ്യതകൾ കൂടുതലുള്ളത്. അതല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫീൽഡ്. ഈ ഒരു 3 ഫീൽഡിലാണ് നാട്ടിൽ നിന്ന് പൊതുവെ ആൾക്കാർ യൂറോപ്പിൽ ജോലിക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ യൂറോപ്പിൽ ജോലി കിട്ടാനുള്ള വളരെ സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക്. അതേപോലെ ഇപ്പോൾ നാട്ടിൽ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ നേഴ്സാണ്, അവർക്ക് അത്യാവശ്യം പണി അറിയാം, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ട് വരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അങ്ങനെ വന്ന ഒരാളാണ്. അതായത് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഏജൻസിക്ക് കൊടുക്കുന്ന 5-6 ലക്ഷം അല്ലെങ്കിൽ അത്രയും പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പം നമ്മളെ ഇടയിൽ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യുന്ന നമുക്ക് തന്നെ അങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് റിസ്ക്, നമ്മളെ ഭാഗത്ത് കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം നമുക്കറിയില്ല എങ്ങനെയാണ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എന്നാൽ പോലും നമുക്ക് അത്രയും ഒരു പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ലിങ്ക്ഡിന് അല്ലെങ്കിൽ ഇൻഡീഡ് ഇതൊക്കെ പറഞ്ഞ 1-2 ആപ്പ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ മുകളിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യാം. ലിങ്ക്ഡിന്, ഇൻഡീഡ്, ഇപ്പോൾ അതത് രാജ്യങ്ങളിൽ അതിൻ്റെ അനുസരിച്ചായിട്ടുള്ള ആപ്പുകളുണ്ടാവും അല്ലെങ്കിൽ വെബ്സൈറ്റുകളുണ്ടാവും. ഇപ്പോൾ മാൾട്ടനെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ മാൾട്ട പാർക്ക്, ഇൻഡീഡ് മാൾട്ട, അങ്ങനത്തെ പല വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ജോലി കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പക്ഷേ ഡയറക്റ്റ് ജോലി കിട്ടി നാട്ടിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്ന ആൾക്കാരെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 5% താഴെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 28 രാജ്യങ്ങളിൽ യാത്ര ചെയ്യാം. ഇവിടുത്തെ ഷെങ്കൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഷെങ്കനിലൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ വളരെ എന്താ പറയുക റേറ്റ് കുറവാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഒരു ഡൽഹിക്ക് ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് കൊടുക്കണം ഒരു 9,000 അല്ലെങ്കിൽ 7,000 അങ്ങനത്തെ എമൗണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് മാൾട്ടയിൽ നിന്ന് ഇറ്റലി പോകാൻ 20 യൂറോ, ചിലപ്പോൾ 10 യൂറോയൊക്കെ ഉള്ളൂ ഒരു സൈഡ്. 1 യൂറോ 10 സൈഡ് എന്ന് പറയുമ്പോൾ നാട്ടിൽ 900 രൂപയുള്ളൂ അല്ലെങ്കിൽ 1000 രൂപയുള്ളൂ ഒരു സൈഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ യൂറോപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ചീപ്പാണ്. എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ 10 രാജ്യം സഞ്ചരിച്ചു, എല്ലാവരും വിചാരിക്കും അങ്ങോട്ട് പോകാൻ ഇവൻ്റെ ഫുള്ള് പൈസ ആണല്ലോ. അങ്ങനെയല്ല, നമ്മളിവിടുന്ന് ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ സമയത്തനുസരിച്ച് നമ്മൾ ഈ സ്കൈ സ്കാനർ പോലെയുള്ള ആപ്പുകളൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ നമുക്ക് വിസയും വേണ്ട, അപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻസ് ഉള്ളത് കൊണ്ടാണ് പൊതുവേ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നല്ലൊരു സാലറി കിട്ടിയിട്ടും ആൾക്കാർ ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്ന് സെറ്റിലാവാൻ ശ്രമിക്കുന്നത്. ഞാനിപ്പോഴും പറയുന്നു, നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്കില്ലുണ്ട്, നിങ്ങൾക്ക് യൂറോപ്പിൽ വരണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിൻ, ഇൻഡീഡ് അല്ലെങ്കിൽ അതത് രാജ്യത്തിൻ്റെ ജോബ് പോർട്ടലിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒട്ടും പൈസ ചിലവാകാതെ തന്നെ യൂറോപ്പിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ കുറച്ച് പരിശ്രമിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ. എന്നാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. ഞാൻ ഇതേപോലെ കോവിഡിൻ്റെ സമയത്ത് ഇതേപോലെ ഓൺലൈനിൽ ജോബ് സെർച്ച് ചെയ്ത് അത് കിട്ടി. അതിൻ്റെ കോവിഡ് വന്ന സമയത്ത് ക്വാറൻറ്റൈൻ അങ്ങനത്തെ കുറേ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഓക്കെ ആയി. പിന്നെ വാക്സിൻസിൻ്റെ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തിപ്പെട്ടത്. അപ്പോൾ കുറച്ച് ഒറ്റയ്ക്ക് വരുമ്പോൾ കുറച്ച് റിസ്ക്കും കാര്യങ്ങളും ഉണ്ടാവും. എങ്കിൽ പോലും നിങ്ങൾക്ക് അത് വേർത്താണ്. അത്രയും പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആരെങ്കിലും ഈ വീഡിയോ കണ്ട് ഹെൽപ്ഫുൾ ആയി എന്ന് പറയുകയാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് സക്സസ് ആണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.